അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദുബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന വ മൗലാന മുഹമ്മദ്. പ്രിയമുള്ള വിദ്യാർത്ഥികളെ, എല്ലാവർക്കും റാഹത്താണ് എന്ന് കരുതാം അല്ലേ? ചില കുട്ടികളെ ഞാൻ ഫോൺ വിളിച്ചിട്ടുണ്ട്. കുറേ ആൾക്കാർക്കൊന്നും എന്താകുന്നില്ല, ചോദിക്കുന്നതിനൊന്നും ആൻസർ കിട്ടുന്നില്ല. അപ്പോൾ ഇൻഷാ അല്ലാഹ് നന്നായി പഠിക്കണം. പഠിച്ചിട്ടില്ലെങ്കിൽ നിങ്ങളെ ഇങ്ങോട്ട് ഒറ്റക്കൊറ്റക്ക് കോളേജിൽ കൊണ്ടുവന്ന് പഠിപ്പിക്കാനുള്ള ഒരു തീരുമാനം നമ്മളെടുക്കും. സിമ്പിളാണ്. എടുക്കുന്ന വിഷയങ്ങൾ അന്നു തന്നെ നോക്കിയാൽ വളരെ സുഖമാണ്. 3-4 പീരീഡ് ദിവസം ഉണ്ടാവുള്ളൂ. ഇപ്പം നമ്മുടെ കഥയിലേക്ക് വരാം. അപ്പോൾ എന്താണ് കഥ സംഭവിച്ചത്? താരോ എന്ന് പറയുന്ന മാതാപിതാക്കളെ അങ്ങേയറ്റം സ്നേഹിക്കുകയും അവർക്ക് വേണ്ടി എല്ലാം മാറ്റിവെക്കുകയും ചെയ്ത വളരെ സ്നേഹസമ്പന്നനായ ഒരു കുട്ടിയുടെ, ഒരു യുവാവിൻ്റെ കഥയാണ് പറയുന്നത് അല്ലേ? അച്ഛനു വേണ്ടിയുള്ള സാഗി എന്ന് പറയുന്ന പാനീയവും തേടി അവൻ വിറക് വെട്ടുന്ന കാട്ടിലൂടെ അവൻ അലഞ്ഞപ്പോൾ അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ അവനിക്ക് സാഗയെ കണ്ടെത്താൻ കഴിഞ്ഞു. അത് അവൻ കൊണ്ടു കൊടുത്തു. ആർക്ക്? ഇപ്പച്ചിക്ക് അച്ഛന് കൊണ്ടു കൊടുത്തു. സന്തോഷത്തോടെ അച്ഛൻ എന്ത് ചെയ്തു? നമ്മൾ പറഞ്ഞത് അവിടെ വീട്ടിൽ വെച്ചൊന്ന് ഡാൻസ് ചെയ്തു പോയി നമ്മൾ പറഞ്ഞു. ഇനി എന്താണ് സംഭവിച്ചത്? ആ സാഗി അവരിങ്ങനെ കുടിച്ചിരിക്കുന്ന സമയത്ത് അവരെ കാണാൻ, സന്ദർശിക്കാൻ വേണ്ടി ഒരു വൃദ്ധ വരികയാണ്, ഒരു അയൽവാസി വരികയാണ്. അപ്പോൾ ആ അയൽവാസിക്ക് അച്ഛൻ ഒരു കപ്പ് സാഗ നൽകി. ഒരു കപ്പ് സാഗ ആ അയൽവാസിക്ക് നൽകി. അയൽവാസി സന്തോഷിച്ചു. അവൾക്ക് ഭയങ്കര ആഹ്ലാദമായി. കുടിച്ചു പെട്ടെന്ന് തന്നെ വീട്ടിൽ നിന്ന് പോയി. എന്നിട്ട് ആ സ്ത്രീ എന്ത് ചെയ്തു എന്നറിയോ? നാട്ടിലാകെ പരത്തി. ഈ വുഡ് കട്ടർ, താരോ എന്ന് പറയുന്ന വുഡ് കട്ടറുടെ വീട്ടിൽ സാഗയുണ്ട് എന്ന വിഷയം നാട്ടിൽ ഫുള്ള് പരന്നു. രാത്രിയോടെ എന്ത് സംഭവിച്ചു അവിടെ? അന്ന് വൈകുന്നേരം അന്ന് ആ ഈവനിങ് തന്നെ നാട്ടുകാർ മൊത്തം ഇവൻ്റെ വീട്ടിലേക്ക് വന്നു. അരമണിക്കൂർ കൊണ്ട് അവൻ കൊണ്ടുവന്ന സാഗ മൊത്തം തീർന്നു. അങ്ങനെ ആ ഒരു സംഭവം നാട്ടിലാകെ പരക്കാണ്. ഇനി എന്ത് സംഭവിച്ചെന്ന് നമുക്ക് പാഠം വായിക്കുമ്പോൾ മനസ്സിലാവാം. ദാറ്റ് ആഫ്റ്റർനൂൺ എ നൈബർ സ്റ്റോപ്ഡ് ബൈ ഫോർ എ വിസിറ്റ്. താരോസ് ഫാദർ പൊളൈറ്റ്ലി ഓഫേർഡ് ഹെർ എ കപ്പ് ഓഫ് ദി സാഗ. ദി ലാഡി ഡ്രാങ്ക് ഇറ്റ് ഗ്രേറ്റ്ലി and thanked the old man. Then Taro told her the story of the magic waterfall. Thanking them for the delicious drink, she left in a hurry. By nightfall, she had spread the story throughout the whole village. That afternoon, അന്ന് ഉച്ചക്ക് എന്നുച്ചക്ക് അവൻ വെള്ളമൊക്കെ എടുത്ത് അച്ഛന് കൊണ്ടു കൊടുത്തു അല്ലേ? ആ ഉച്ച സമയത്ത് എ നൈബർ, ഒരു അയൽക്കാരി, സ്റ്റോപ്ഡ് ബൈ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ചെറുതായൊന്ന് കാണാൻ വരിക, സന്ദർശിക്കാൻ വരിക എന്നാണ് സ്റ്റോപ്പ് ബൈ ഫോർ വിസിറ്റ്. ഒന്ന് കാണാൻ വന്നു, ഒന്ന് സന്ദർശനത്തിനായി ഒരു സ്ത്രീ വന്നു. താരോസ് ഫാദർ, താരയുടെ അച്ഛൻ, പൊളൈറ്റ്ലി, മാന്യമായി, ഓഫേർഡ് ഹെർ, അവൾക്ക് നൽകി എ കപ്പ് ഓഫ് ദി സാഗ, ഒരു കോപ്പ സാഗ നൽകി, ഒരു കപ്പ് സാഗ അവർക്ക് നൽകി. ദി ലേഡി, ആ സ്ത്രീ എന്ത് ചെയ്തു? ഡ്രാങ്ക് ഇറ്റ് ഗ്രീഡ്ലി, വളരെ ആർത്തിയോടെ ആ സാഗ കുടിച്ചു. ആൻഡ് താങ്ക്ഡ് ദി ഓൾഡ് മാൻ, അങ്ങനെ ആ വൃദ്ധനായ മനുഷ്യന് നന്ദി പറഞ്ഞു. ദെൻ, പിന്നെയോ? എന്നിട്ട് താരോ ടോൾഡ് ഹെർ, താരോ അവളോട് പറഞ്ഞു, ആ അയൽക്കാരിയായ പെണ്ണിനോട് പറഞ്ഞു, ദി സ്റ്റോറി ഓഫ് ദി മാജിക് വാട്ടർഫാൾ, ഈ ഒരു മാജിക് ആയ ഈ വാട്ടർഫാൾ, ആ ഒരു ജലധാരയെക്കുറിച്ച്, അരുവിയെക്കുറിച്ച് ആ പെണ്ണിനിക്ക് പറഞ്ഞു കൊടുത്തു. എന്നിട്ട് എന്ത് സംഭവിച്ചു? താങ്കിങ് ദം ഫോർ ദി ഡെലീഷ്യസ് ഡ്രിങ്ക്. താങ്കിങ് ദം, അവരോട് നന്ദി പറഞ്ഞുകൊണ്ട്, ഫോർ ദി ഡെലീഷ്യസ് ഡ്രിങ്ക്, ആ ഒരു രുചികരമായ പാനീയം തന്നതിൻ്റെ പേരിൽ അവർക്ക് നന്ദി പറഞ്ഞുകൊണ്ട്, ഷീ ലെഫ്റ്റ് ഇൻ എ ഹരി, അവൾ പെട്ടെന്ന് തന്നെ പോയി.
നന്ദി പറഞ്ഞ് അവൾ പെട്ടെന്ന് തന്നെ അവിടുന്ന് തിരിച്ചു. ഇന്നെ ഹരി എന്നാൽ വേഗത്തിൽ. ബൈ നൈറ്റ് ഫാൾ, രാത്രിക്ക് മുമ്പേ, ആ ഒരു രാത്രി വീകുന്നതിന് മുമ്പ് തന്നെ ഷീ ഹാഡ് സ്പ്രെഡ് ദി സ്റ്റോറി, അവൾ കഥ പരത്തിയിട്ടുണ്ടായിരുന്നു. ത്രൂ ഔട്ട് ദി ഹോൾ വില്ലേജ്. ത്രൂ എന്ന് പറഞ്ഞാൽ മുഴുക്കെ, എല്ലായിടത്തും. ത്രൂ ഔട്ട് ദി ഹോൾ വില്ലേജ്, ആ ഗ്രാമം മുഴുക്കെ, ഗ്രാമത്തെ എല്ലാ സ്ഥലത്തേക്കും ഈ ഒരു കഥ പരത്തിയിരുന്നു. എന്നിട്ടൊന്ന് സംഭവിച്ചു? ദാറ്റ് ഈവനിങ് there was a long procession of visitors to the woodcutter's house. Each man heard the story of the waterfall and took a sip of the sage. In less than an hour, the pitcher was empty. ഇനി സംഭവിച്ചു? that evening, അന്നേ ദിവസം വൈകുന്നേരത്തിൽ, there was, അവിടെ ഉണ്ടായിരുന്നു, a long procession, ഒരു വലിയ ഘോഷയാത്രയുണ്ടായിരുന്നു. വിസിറ്റേഴ്സ്, സന്ദർശകരുടെ ഒരു നീണ്ട നിരയുണ്ടായിരുന്നു. ടു ദി വുഡ് കട്ടേഴ്സ് ഹൗസ്, ആ ഒരു മരം വെട്ടുകാരൻ്റെ വീട്ടിലേക്ക് നീണ്ട ഒരു സന്ദർശകരുടെ ഘോഷയാത്ര നിരയുണ്ടായിരുന്നു. ഈച്ച് മാൻ, ഓരോരുത്തരും, ഹെഡ് ദി സ്റ്റോറി ഓഫ് ദി വാട്ടർഫാൾ, ആ ജലധാരയുടെ, അരുവിയുടെ, വെള്ളച്ചാട്ടത്തിൻ്റെ കഥ കേട്ടവരായിരുന്നു. ആൻഡ് ടുക്ക്, അങ്ങനെ മാത്രമല്ല അവർ എടുക്കുകയും ചെയ്തു, എ സിപ്പ് ഓഫ് ദി സാഗെ, ഒരു ഇറുക്ക് സാഗ എടുത്തു. സിപ്പ് എന്ന് പറഞ്ഞാൽ ഒരിറ്റ് സാഗ അവരെടുത്തു. ഇൻ ലെസ് ദാൻ എൻ ഹവർ, ഒരു മണിക്കൂറിൽ താഴെ തന്നെ, ഒരു മണിക്കൂർ ആയില്ല അപ്പോഴേക്കും, ഇൻ ലെസ് ദാൻ എൻ ഹവർ, ഒരു മണിക്കൂർ താഴെ, ദ പിക്ചർ വാസ് എംപ്റ്റി, ആ പാത്രം കാലിയായിപ്പോയി. ആ സാഗ ഉണ്ടായിരുന്ന പാത്രം തീർന്നു, കാലിയായി. ഓക്കെ, എല്ലാവരും വന്നു, കുടിച്ചു തീർത്തു. എന്നിട്ടാണ് തമാശ. എന്താണ് തമാശ? നെക്സ്റ്റ് മോർണിംഗ് ടാരോ സ്റ്റാർട്ടഡ് ഫോർ വർക്ക് ഈവൻ ഏർലിയർ ദാൻ ദി മോർണിംഗ് ബിഫോർ. ഹി ക്യാരിഡ് വിത്ത് ഹിം ദി ലാർജസ്റ്റ് പിക്ചർ ഹി ഓൺഡ്, ഫോർ ഹി ഇൻറ്റൻഡഡ് ഫസ്റ്റ് ഓഫ് ഓൾ ടു ഗോ ടു ദി വാട്ടർഫാൾ. വെൻ ഹി റീച്ച്ഡ് ഇറ്റ്, he found to his great surprise all his neighbors there. They were carrying pitchers, jars, buckets, anything they could find to hold the magic sage. Then one villager knelt and held his mouth under the waterfall to drink. He drank again and again, and then shouted angrily, "Water! Nothing but water!" Others also tried, but there was no sage, only cold water. എന്താണ് അവിടെ നടന്നത്? നെക്സ്റ്റ് മോർണിംഗ്, അടുത്ത ദിവസം, ടാരോ സ്റ്റാർട്ടഡ് ഫോർ വർക്ക്. ടാരോ ജോലി ആരംഭിച്ചു. അവൻ്റെ ജോലി എന്താണ്? മരം വെട്ടാണല്ലോ. അതിനുവേണ്ടി അവൻ തുടങ്ങി. ഈവൻ ഏർലിയർ ദാൻ ദി മോർണിംഗ് ബിഫോർ, മുമ്പുണ്ടായിരുന്ന പകലുകളിലൊക്കെ അവൻ പോയിരുന്നതിനേക്കാൾ നേരത്തെ തന്നെ അവൻ ജോലി ആരംഭിച്ചു. ഈവൻ ഏർലിയർ, വളരെ നേരത്തെ തന്നെ, ദാൻ ദി മോർണിംഗ് ബിഫോർ, മുമ്പുണ്ടായിരുന്ന പകലുകളേക്കാൾ വളരെ നേരത്തെ. മുമ്പൊക്കെ അവൻ ഏത് സമയത്താണ് പോയിരുന്നത്, അതിനേക്കാൾ മുമ്പ് തന്നെ അവൻ്റെ വർക്ക് ആരംഭിച്ചു. അവൻ പോകുന്നതിന് മുമ്പ് കൂടെ കരുതിയിരുന്നു? ഹീ ക്യാരിഡ് വിത്ത് ഹിം, അവൻ കൂടെ അവൻ തൻ്റെ കൂടെ വഹിച്ചു, എടുത്തുകൊണ്ടുപോയി, ദി ലാർജസ്റ്റ് പിക്ചർ, ഏറ്റവും വലിയ ഒരു പാത്രം. ഹി ഓൺഡ്, അവനിക്ക് ഉടമയിലുണ്ടായിരുന്ന, അവൻ്റെ കയ്യിലുണ്ടായിരുന്ന ഏറ്റവും വലിയ പാത്രം തന്നെ അവനെടുത്തു. എന്തിനാ അവൻ അങ്ങനെ ആ വലിയ പാത്രം തന്നെ എടുത്തത്? കാരണം ഹി ഇൻറ്റൻഡഡ്, അവൻ ആഗ്രഹിച്ചു, അവൻ ഉദ്ദേശിച്ചു. ഇൻറ്റൻഡ് പറഞ്ഞാൽ ഉദ്ദേശിക്കുക. ഫസ്റ്റ് ഓഫ് ഓൾ, എല്ലാത്തിനും മുമ്പേ അവൻ്റെ ഉദ്ദേശം എന്തായിരുന്നു? ടു ഗോ ടു ദി വാട്ടർഫാൾ, ആ ജലധാര, ആ വെള്ളച്ചാട്ടത്തിലേക്ക് പോകാനായിരുന്നു. അവിടെ പോയിട്ട് സാഗ എടുക്കാനായിരുന്നു അവൻ്റെ ഫസ്റ്റ് ലക്ഷ്യം. പക്ഷേ വെൻ ഹി റീച്ച്ഡ് ഇറ്റ്, അവൻ ആ വാട്ടർഫാളിലേക്ക് എത്തിയപ്പോൾ, ഈ ഫൗണ്ട് ടു ഹിസ് ഗ്രേറ്റ് സർപ്രൈസ്, അവൻ അത്ഭുതപ്പെട്ടു പോയി. ഹി ഫൗണ്ട് ടു ഹിസ് ഗ്രേറ്റ് സർപ്രൈസ്, വളരെയധികം അത്ഭുതപ്പെട്ടു. എന്താ കാരണം? ആൾ ഹിസ് നെയ്ബേഴ്സ് ദർ, അവൻ്റെ എല്ലാ അയൽവാസികളും അവിടെ ഉണ്ടായിരുന്നു. അവൻ്റെ അയൽവക്കക്കാരെല്ലാവരും
ആ വാട്ടർഫാളിൻ്റെ അടുത്തുണ്ടായിരുന്നു. വെറുതെ ആണോ? അല്ല, ദേവർ അവരായിരുന്നു. കെയറിങ് അവർ വഹിക്കുന്നുണ്ടായിരുന്നു. പിച്ചേഴ്സ് പാത്രങ്ങൾ, ജാസ് ജാറുകൾ, ബക്കറ്റ്സ് ബക്കറ്റുകൾ, എനിത്തിങ് അങ്ങനെ പലതും. എന്ത് സാധനവും. എന്തിന്? എനിത്തിങ് ദേ കുഡ് ഫെയിൻ ടു ഹോൾഡ് ദി മാജിക് സാഗെ. എനിത്തിങ് ഏത് വസ്തുവും അവരുടെ കയ്യിലുണ്ടായിരുന്നു. എങ്ങനത്തെ വസ്തുവാണ്? ദേ കുഡ് ഫെയിൻ ടു ഹോൾഡ് ദി മാജിക് സാഗെ. ആ മാജിക്കായ സാഗെ എടുക്കാൻ പറ്റുന്ന ഏത് വസ്തുവും അവരുടെ കയ്യിലുണ്ടായിരുന്നു. ആ വെള്ളം എടുക്കാൻ സഹായിക്കുന്ന സാധ്യമാകുന്ന പല പാത്രങ്ങളുമായിട്ടാണ് അവർ എന്താ വന്നിട്ടുള്ളത്. അപ്പോൾ അവരിങ്ങനെ നിൽക്കുകയാണ്. അതിനിടയിൽ ദെൻ ആ സമയം അപ്പോൾ വൺ വില്ലേജർ, ഒരു ഗ്രാമവാസി, ഒരാൾ നടത്തും, ഒരു ഗ്രാമത്തിലുള്ള ഒരാൾ, നെൽറ്റ് പറഞ്ഞാൽ നെൽറ്റ് മുട്ടുകുത്തിയിരുന്നു. ആൻഡ് ഹെൽഡ് അവൻ പിടിച്ചു, അവൻ എടുത്തു. ഹെൽഡ് അവൻ ആൻഡ് ഹെൽഡ് സ്മൂത്ത് അവൻ്റെ മുഖം വെച്ചു. എവിടെ? അണ്ടർ ദി വാട്ടർഫാൾ, ആ ജലധാരക്ക്, ആ വെള്ളച്ചാട്ടത്തിന് താഴെ വെച്ചു. ടു ഡ്രിങ്ക്, ആ വെള്ളം കുടിക്കാൻ വേണ്ടി. ഹി ഡ്രാങ്ക്, അവൻ കുടിച്ചു. അഗൈൻ ആൻഡ് അഗൈൻ, ഒരുപാട് തവണ അവൻ ആ വെള്ളം കുടിച്ചു. ആൻഡ് ദെൻ ഷൗട്ടഡ് ആംഗ്രിലി, പക്ഷെ ഒരുപാട് കുടിച്ചിട്ട് അവൻ എന്ത് ചെയ്തു? ദേഷ്യത്തോടെ അലറി, ദേഷ്യത്തോടെ അട്ടഹസിച്ചു. എന്താ അട്ടഹസിച്ചത്? വാട്ടോ, നത്തിങ് ബട്ട് വാട്ടോ, വെള്ളമല്ലാതെ ഒന്നുമല്ലത്. ആര് പറഞ്ഞു സാഗയാണെന്ന്? ഇത് സാധാ വെള്ളമാണല്ലോ എന്ന് ഗ്രാമവാസി അലറി വിളിച്ചു. അതേഴ്സ് ആൾസോ ട്രൈഡ്, മറ്റുള്ളവരും ഒന്ന് ശ്രമിച്ചു നോക്കി. ബട്ട് ദർ വാസ് നോ സാഗെ, പക്ഷെ അവിടെ സാഗ ഉണ്ടായിരുന്നില്ല. ഓൺലി കോൾഡ് വാട്ടർ, വെറും തണുത്ത വെള്ളം മാത്രമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ആര് കുടിച്ചിട്ടും സാഗ കിട്ടുന്നില്ല. എന്തേ ഉള്ളൂ? തണുത്ത വെള്ളമേ ഉള്ളൂ. അപ്പോൾ എന്താണ് സംഭവിച്ചത്? അപ്പോൾ അവർ പറഞ്ഞു, വി ഹാവ് ബീൻ ട്രിക്കഡ്. ജനങ്ങളെല്ലാം കൂട്ടത്തോടെ പറഞ്ഞു, എന്ത്? വി ഹാവ് ബീൻ ട്രിക്കഡ്. ഷൗട്ട് ദി വില്ലേജസ്, വെർ ഇസ് ടാരോ? ലെറ്റ് us drown him in this waterfall. But Taro had been wise enough to slip behind a rock when he saw how things were going. He was nowhere to be found. അവർ ഷൗട്ട് ചെയ്തു, അവർ ഉച്ചയുണ്ടാക്കി. എന്ത് പറഞ്ഞിട്ട്? വി ഹാവ് ബീൻ ട്രിക്കഡ്, നമ്മൾ പറ്റിക്കപ്പെട്ടിരിക്കുന്നു, നമ്മൾ വഞ്ചിക്കപ്പെട്ടു പോയിരിക്കുന്നു, ചതിക്കപ്പെട്ടിരിക്കുന്നു. ഷൗട്ട് ദി വില്ലേജേഴ്സ്, ഗ്രാമവാസികൾ മുഴുക്കയായിട്ട് ഹസിച്ചു. ഒരു താരോ എവിടെ? ലെറ്റ് us drown him in this waterfall. നമുക്കവനെ ഈ വെള്ളച്ചാട്ടത്തെ മുക്കിക്കൊല്ലണം. ഡ്രോൺ എന്ന് പറഞ്ഞാൽ മുക്കിക്കൊല്ലുക. നമ്മളെ പറ്റിച്ച താരോയെ ഇതിൽ മുക്കിക്കൊല്ലണമെന്നവർ ആക്രോശിച്ചു. പക്ഷേ താരോ ഹാഡ് ബീൻ വൈസ് ഇനഫ്, അവൻ നല്ല ബുദ്ധിമാനായിരുന്നു. എന്തിനു മാത്രം അവനിക്ക് ബുദ്ധിയുണ്ട്? ടു സ്ലീപ്പ് ബിഹൈൻഡ് എ റോക്ക്, അവനൊരു പാറയുടെ പിറകെ തെന്നി മാറാൻ മാത്രം അവനിക്ക് ബുദ്ധിയുണ്ടായിരുന്നു. എപ്പോൾ? വെൻ ഹീ സോ, അവൻ കണ്ടപ്പോൾ, ഹൗ തിങ്സ് വർ ഗോയിങ്, കാര്യങ്ങളുടെ കിടപ്പെന്താണെന്ന് കണ്ടപ്പോൾ പാറയുടെ പിറകെ പോയി ഒളിച്ചിരിക്കാൻ അവനിക്കൊരു ബുദ്ധി തോന്നി. ഹി വാസ് നോവർ ടു ബി ഫൗണ്ട്, അപ്പോൾ ആർക്കും അവനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. ജനങ്ങൾക്കാർക്കും അവനെ കണ്ടെത്താൻ സാധിച്ചില്ല. അങ്ങനെ എന്ത് സംഭവിച്ചു എന്നറിയോ? Muttering their anger and disappointment, the villagers left the place one by one. Taro came out from his hiding place. Was it true? He wondered. Was this Saga a dream? Once more he caught a little liquid in his hand and put it to his lips. It was the same faint Saga. To the thoughtful son, the magic waterfall gave the delicious Saga. To everyone else, it gave only cold water. അവൻ ഒന്നുകൂടി അതൊന്ന് രുചിച്ചു നോക്കി. ജനങ്ങൾ പറയും പോലെ ഇത് വെറും വെള്ളമാണോ, അല്ലെങ്കിൽ സാഗ തന്നെയാണോ? മട്ടറിങ് ദർ ആങ്കർ ആൻഡ് ഡിസപ്പോയിൻമെൻറ്റ്, മട്ടറിങ് എന്ന് പറഞ്ഞാൽ പിറുപിറുത്തുകൊണ്ട്, ജനങ്ങളൊക്കെ പോവുകയാണ് അവിടുന്ന്. അവൻ പറ്റിക്കപ്പെട്ടു എന്ന് തോന്നിയപ്പോൾ ജനങ്ങൾ തിരിച്ചു പോകണം. മട്ടറിങ് ദർ ആങ്കർ ആൻഡ് ഡിസപ്പോയിൻമെൻറ്റ്, ആങ്കർ എന്ന് പറഞ്ഞാൽ ദേഷ്യം, ഡിസപ്പോയിൻമെൻറ്റ് നിരാശ, മട്ടറിങ് എന്ന് പറഞ്ഞാൽ പിറുപിറുക്കുക. അപ്പോൾ ജനങ്ങൾ അവരുടെ നിരാശയും ദേഷ്യവും പിറുപിറുത്തുകൊണ്ട് ദ വില്ലേജേഴ്സ്, ഗ്രാമവാസികൾ, ലെഫ്റ്റ് ദി പ്ലേസ്, ആ സ്ഥലം ഉപേക്ഷിച്ചു, സ്ഥലത്ത് നിന്ന് തിരിച്ചുപോയി. വൺ ബൈ വൺ, ഓരോരുത്തരായി പോയി. എല്ലാവരും പോയപ്പോൾ എന്താട്ടി? താരോ കെയിം ഔട്ട്, താരോ പുറത്തു വന്നു. ഫ്രം ഹിസ് ഹൈഡിങ് പ്ലേസ്, അവൻ ഒളിച്ചിരുന്ന
ആ സ്ഥലത്ത് നിന്നും പുറത്തു വന്നു. എന്നിട്ട് അവനിങ്ങനെ ചിന്തിച്ചു, വാസ് ഇറ്റ് ട്രൂ? ഇത് സത്യമാണോ? ഈ വണ്ടേർഡ്, അവൻ അത്ഭുതപ്പെട്ടു. ഞാനിപ്പോൾ അനുഭവിക്കുന്നതെല്ലാം സത്യമാണോ? റിയൽ ലൈഫ് ആണോ? വാസ് ദി സാഗി എ ഡ്രീം? സാഗി ഒരു സ്വപ്നമായിരുന്നോ? വാസ് ദി സാഗിയായിരുന്നോ എ ഡ്രീം? ഒരു സ്വപ്നമായിരുന്നോ? അപ്പോൾ അവൻ എന്ത് ചെയ്യുന്നു അറിയാം? വൺസ് മോർ, ഒരിക്കൽ കൂടി, ഹി കോട്ട്, അവൻ പിടിച്ചു എ ലിറ്റിൽ ലിക്വിഡ്, ഒരു അല്പം ആ ദ്രാവകം, ആ പാനീയം അല്പം കൂടി എടുത്തു. ഇൻ ഹിസ് ഹാൻഡ്, അവൻ്റെ കയ്യിൽ. ആൻഡ് പുട്ട് ഇറ്റ്, എന്നിട്ട് അവൻ ആ പാനീയത്തെ വെച്ചു. ടു ഹിസ് ലിപ്സ്, അവൻ്റെ ചുണ്ടിലേക്ക് വെച്ച് നോക്കി. അല്പം വെള്ളമെടുത്തിട്ട് ചുണ്ടിലേക്ക് വെച്ച് നോക്കി. ഇറ്റ് വാസ് ദി സെയിം ഫെയിൻ സാഗെ. ഇത് വെള്ളമല്ലല്ലോ, ഞാൻ മുമ്പ് രുചിച്ച അതേ ഫെയിൻ സാഗെ. സെയിം, നല്ല രീതിയിലുള്ള സാഗെ തന്നെയാണല്ലോ. ഇറ്റ് വാസ്, ഇതായിരുന്നു ദി സെയിം, അതേ മുമ്പുണ്ടായിരുന്ന ഫെയിൻ സാഗെ. ആ തനിമയുള്ള ആ നല്ല സാഗെ തന്നെയാണല്ലോ. അപ്പോൾ എന്താ അവിടെ സംഭവിച്ചത്? ടു ദി തോട്ട്ഫുൾ സൺ, ചിന്താശീലനായ, ചിന്താശക്തിയുള്ള ഈ മകനിക്ക്, ദി മാജിക് വാട്ടർഫാൾ, ഈ അത്ഭുതകരമായ ഈ ഒരു വെള്ളച്ചാട്ടം, ഗേവ്, നൽകി. എന്തിനെ നൽകി? ഡെലീഷ്യസ് സാഗെ, രുചികരമായ സ്വാദുള്ള സാഗെ നൽകി. ടു എവരി വൺ എൽസ്, എന്നാൽ മറ്റുള്ളവർക്ക് ഈ വാട്ടർഫാൾ എന്താ നൽകിയത്? ഇറ്റ് ഗേവ്, ഈ വാട്ടർഫാൾ അവർക്ക് നൽകി ഓൺലി കോൾഡ് വാട്ടർ, വെറും തണുത്ത വെള്ളം മാത്രമാണ് അവർക്ക് നൽകിയത്. അല്ലേ? താരോക്ക് ചിന്താശേഷിയുള്ള, നന്മയുള്ള ഒരു മനസ്സായതുകൊണ്ട് അവനിക്ക് എന്ത് നൽകി? സാഗെ നൽകി. ബാക്കിയുള്ളവർക്കെല്ലാം വെറും വെള്ളം മാത്രം നൽകി. എന്നിട്ട് എന്ത് സംഭവിച്ചു? ദി സ്റ്റോറി ഓഫ് ടാരോ ആൻഡ് ഹിസ് മാജിക് വാട്ടർഫാൾ റീച്ച്ഡ് ദി എംപറർ ഓഫ് ജപ്പാൻ. ഹി സെൻറ്റ് ഫോർ ദി യങ് വുഡ് കട്ടർ ആൻഡ് റിവാർഡഡ് ഹിം with 20 pieces of gold for having been so good and kind. Then he named the most beautiful fountain in the city after Taro. This, said the emperor, was to encourage all children to honor and obey their parents. This story, ഈ കഥ, of Taro, താരയുടെ ഈ കഥ, and his magic waterfall, താരയുടെ ഈ ഒരു അത്ഭുതകരമായ വെള്ളച്ചാട്ടത്തിൻ്റെയും കഥ, റീച്ച്ഡ് ദി എംപറർ ഓഫ് ജപ്പാൻ, ജപ്പാനിൻ്റെ രാജാവിൻ്റെ, ഭരണാധികാരിയുടെ ചെവിയിലെത്തി. ഹി സെൻറ്റ് ഫോർ ദി യങ് വുഡ് കട്ടർ, അവൻ, ആ രാജാവ് എന്ത് ചെയ്തു? ആ മരംവെട്ടുകാരനായ, യുവാവായ മരംവെട്ടുകാരൻ വിളിപ്പിച്ചു. സെൻറ്റ് ഫോർ എന്ന് പറഞ്ഞാൽ വിളിക്കുക, കോൾ എന്നാണ്, കോൾ, വിളിപ്പിച്ചു. അപ്പോൾ ഈ അത്ഭുതമായ സംഭവം കേട്ടപ്പോൾ വുഡ് കട്ടറെ കാണാൻ വേണ്ടി എംപറർ വിളിപ്പിച്ചു. എന്നിട്ടോ, ആൻഡ് റിവാർഡ് ഹിം, അങ്ങനെ ടാരോക്ക് സമ്മാനം നൽകി, പാരിതോഷികം നൽകി. വിത്ത് 20 പീസസ് ഓഫ് ഗോൾഡ്, 20 പീസ് ഗോൾഡ് നൽകി. റിവാർഡ് അവർക്ക് നൽകി. വിത്ത് 20 പീസസ് ഓഫ് ഗോൾഡ്, 20 പീസ് ഗോൾഡ്. എന്തിനാണ് അങ്ങനെ നൽകിയത്? ഫോർ ഹാവിങ്, അവൻ ആയതുകൊണ്ട്, ഫോർ ഹാവിങ് ബീൻ സോ ഗുഡ് ആൻഡ് കൈൻഡ്, നന്മയുള്ളവനും നല്ല മനസ്സുള്ളവനും നല്ല സ്വഭാവക്കാരനുമായതുകൊണ്ട് 20 പീസ് ഗോൾഡ് നൽകി. ദെൻ, മാത്രമല്ല, എന്നിട്ടോ, ഹി നെയ്മഡ്, രാജാവ് പേര് വെച്ചു, ദി മോസ്റ്റ് ബ്യൂട്ടിഫുൾ ഫൗണ്ടൈൻ, ആ വളരെ ഭംഗിയുള്ള മനോഹരമായ ആ ജലധാരക്ക്, ആ ഉറവിടത്തിന്, വെള്ളച്ചാട്ടത്തിന് എന്ത് പേര് നൽകി? ഇൻ ദ സിറ്റി, തൻ്റെ നാട്ടിലുള്ള ഏറ്റവും മനോഹരമായ ഈ ഒരു ജലധാരയ്ക്ക് എന്ത് പേര് നൽകി? ആഫ്റ്റർ ടാരോ എന്ന് പേര് നൽകി. ടാരോ ജലധാര, ടാരോ വാട്ടർഫാൾ എന്ന് പേര് നൽകി. ഇതെന്തിനാണ് ഇങ്ങനെ പേര് നൽകുകയും ടാരോക്ക് റിവാർഡൊക്കെ കൊടുത്തത്? എന്തിനാണ്? സെഡ് ദി എംപറർ പിന്നെ പറഞ്ഞു. എന്താ പറഞ്ഞത്? ഈ ഒരു റിവാർഡ് ആയിരുന്നു, ഈ റിവാർഡ് ആയിരുന്നു, എന്തിനായിരുന്നു? വാസ് ടു എൻകറേജ് ആൾ ചിൽഡ്രൻ, എല്ലാ കുട്ടികളെയും പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയായിരുന്നു. എന്തിനു പ്രോത്സാഹിപ്പിക്കാൻ? ടു ഹോണർ, ബഹുമാനിക്കാനും, ആൻഡ് ഒബേ, അനുസരിക്കാനും, ദെയർ പാരൻസ്, തങ്ങളുടെ മാതാപിതാക്കളെ അനുസരിക്കാനും ബഹുമാനിക്കാനും ഒരു പ്രോത്സാഹനമായിട്ടാണ് രാജാവ് ഈ ഒരു ഉപഹാരം നൽകിയത് എന്ന് രാജാവ് പറയുകയും ചെയ്തു. അപ്പോൾ നോക്കൂ പ്രിയമുള്ളവരെ, ഈ കഥ ഇവിടെ തീരാണ്. ജപ്പാനീസ് സ്റ്റോറി റീടോൾഡ്, ഇതൊരു ജപ്പാനീസ് പഴയൊരു കഥയാണ്. അതൊന്നുകൂടെ ഒരു പുനരാവിഷ്കാരമാണ് ജപ്പാനീസ് കഥയുടെ. അപ്പോൾ മൊത്തത്തിൽ ഇവിടെ എന്ത് സംഭവിച്ചു? മാതാപിതാക്കളോട് നല്ല രീതിയിൽ സഹായവും സഹകരണവും നല്ല മനസ്സും കാണിച്ച ഒരു കുട്ടിയുടെ അനുഗ്രഹമായ ഒരു കഥ, അല്ലേ? കുട്ടിക്ക് അനുഗ്രഹം കിട്ടിയൊരു കഥ പറയാം. അപ്പോൾ ഇതുപോലെയാണ് നാം മാതാപിതാക്കളെ സ്നേഹിക്കണം, അവരെ ബഹുമാനിക്കണം,
അവർക്ക് വേണ്ടി സർവ്വതും ചെയ്യണം. ഒരുപാട് സംഭവങ്ങൾ നമുക്കറിയാം. മഹാനായ നവവി ഇമാം റഹിമഹുല്ല മഹാനവറുകളൊക്കെ ഈ ഒരു ഉന്നതമായ സ്ഥാനത്തൊക്കെ എത്താൻ കാരണമായി പറയലുണ്ട്. നമ്മുടെ മദ്ഹബിൻ്റെ വലിയൊരു ഇമാമാണ് അല്ലേ ഇമാം നവവി, കേട്ടിട്ടുണ്ടാകും. ഷാഫി മദ്ഹബിലെ പ്രധാനപ്പെട്ട ഇമാമാണ്. അതുപോലെ ഒരുപാട് മഹാന്മാർ ഈ ലോകത്തോളം വളരാൻ കാരണം തന്നെ മാതാപിതാക്കളുടെ സ്നേഹം കൊണ്ടാണെന്ന് പറയലുണ്ട്. അപ്പോൾ മാതാപിതാക്കൾ പറയുന്നത് അതനുസരിച്ച് കേൾക്കണം. അവരോട് ഒരു എതിർ ശബ്ദം നമ്മൾ ഉണ്ടാക്കാൻ പാടില്ല. ഇൻഷാ അല്ലാഹ് പാഠം ഇവിടെ തീരെയാണ്. അപ്പോൾ ശരിക്ക് പഠിക്കണം, വേർഡ് മീനിങ് പഠിക്കണം, സ്പെല്ല് പഠിക്കണം. ഇൻഷാ അല്ലാഹ്. ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.